റേഞ്ചിന്റെ കീഴിലുള്ള വിദ്യാർത്ഥികളെ ഒരുമിച്ചുകൊണ്ട് ഒരു വാഹന റാലി സംഘടിപ്പിക്കുക. അതോടൊപ്പം പൊതുപരീക്ഷയിൽ ഉന്നതമായ വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുക, അവർക്കൊരു അവാർഡ് നൽകുക എന്ന ഉദ്ദേശത്തോടു കൂടെയാണ് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. മതപഠനം എന്നുള്ളത് ഒരു മനുഷ്യനാക്കുന്നത് അറിവാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മദ്രസ പ്രസ്ഥാനം ഉണ്ടായതുകൊണ്ടാണ് നമുക്ക് അല്പമെങ്കിലും ദീനി ബോധമുള്ളവരായി വളരാൻ കഴിയുന്നത്. നമ്മുടെ പൂർവികരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടിയെടുക്കാൻ, അറിവ് പഠിക്കാൻ അവർ പെട്ട ത്യാഗങ്ങൾ എത്രയാണെന്ന് നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. നമ്മുടെ പിതാക്കന്മാരോടൊക്കെ ചോദിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അവർ കഷ്ടപ്പെട്ട ത്യാഗങ്ങളും പ്രയാസങ്ങളും എത്രയായിരുന്നു എന്ന്. എന്നാൽ ഇന്ന് നമുക്ക് അത്രത്തോളം പ്രയാസങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ല. പരിശുദ്ധ മതം പഠിക്കാനുള്ള എല്ലാവിധ അവസരങ്ങളും ഇവിടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും മതപരമായ പഠനങ്ങളെ അവഗണിച്ചുകൊണ്ട് അതിന് പ്രാമുഖ്യം നൽകാത്ത ആളുകളായി നാം മാറുന്നുണ്ടോ എന്ന് നാം സംശയിക്കേണ്ടതുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിം. എല്ലാ മുസ്ലിമിന്റെ മേലിലും നിർബന്ധമായ ബാധ്യതയാണല്ലോ ഇൽമു പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഇൽമു പഠിച്ച് നല്ല ധാർമ്മിക ബോധമുള്ളവരായി വളരാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എത്രത്തോളം കഠിനാധ്വാനം ചെയ്താണ് ഇൽമു പഠിച്ചത്. ഒരുപാട് നീണ്ട യാത്രകൾ ചെയ്തിട്ടാണ് തന്റെ ഉസ്താദായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോയത്. നമുക്കറിയാം, ഒരു പേപ്പർ വാങ്ങാനുള്ള സാമ്പത്തികമായ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചവരായി. ഒരു പേപ്പർ വാങ്ങാൻ പോലും സാമ്പത്തികമായ കഴിവുണ്ടായിരുന്നില്ല ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്. തെരുവുകളിൽ നിന്ന് കിട്ടുന്ന അസ്ഥി കഷ്ണങ്ങളിലും എല്ലിൻ കഷ്ണങ്ങൾ, പലക കഷ്ണങ്ങളിലൊക്കെ ഉസ്താദ് പകർന്നു നൽകുന്ന അറിവുകൾ എഴുതി വെച്ച് അങ്ങനെയായിരുന്നു മഹാനായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പഠനം നടത്തിയത്. അവരൊക്കെ കൊടുത്തു വെച്ച ആ പ്രകാശത്തിന്റെ വെളിച്ചത്തിലാണ്, ആ ദീപത്തിന്റെ വെളിച്ചത്തിലാണ് നാം ഇവിടെ അറിവ് പകർന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നല്ല രീതിയിൽ പഠിക്കാനും പഠനമനുസരിച്ച് നല്ല ജീവിതം നയിക്കാനും റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പരിശുദ്ധ വാക്യത്തിൽ ഈ യോഗം